സ്കൂൾ പഠിക്കലും വീടിന് മുന്നിലും സൈക്കിളിലെത്തി പല നിരത്തിലുള്ള ഐസ് വിറ്റിരുന്ന വണ്ടിയുടെ ആ മണിയുടെ ശബ്ദം ഇപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. കാലം മാറിയപ്പോൾ ആ പഴയ ഐസും മാറി. ഇപ്പോൾ അത് പുതിയ രൂപത്തിലും ഭാവത്തിലും രാജ്യമൊട്ടാകെ പടരുകയാണ്. കോട്ടയത്തെ ഒരു ചെറിയ ഐസ് പ്ലാന്റിൽ നിന്ന് തുടങ്ങി 5 സംസ്ഥാനങ്ങളായി 100ഓളം സ്റ്റോറുകളുമായി മുന്നേറുന്ന പെനി ഐസ് കാൻഡി എന്ന ബ്രാൻഡ് കഠിനാധ്വാനത്തിന്റെയും പുതുമയുടെയും ഒരു വിജയഗാഥയാണ്. 97-ൽ കോട്ടയത്തെ കുറിച്ചിയിലാണ് PP സ്കറിയ പെനി ഐസ് കാൻഡി തുടങ്ങുന്നത്. ഐസ് പ്ലാന്റിൽ നിന്നും സൈക്കിളുകളിൽ ഐസ് മിഠായി വിറ്റായിരുന്നു തുടക്കം. കച്ചവടം കൂടിയതോടെ പിന്നീട് കനോപ്പി ഘടിപ്പിച്ച വാഹനങ്ങളിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് മകൻ ഈ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തതോടെ പെനി ഐസ് കാൻഡി കേരളത്തിന് പുറത്തേക്കും വളരാൻ തുടങ്ങി. നിലവിൽ 5 സംസ്ഥാനങ്ങളിൽ ഔട്ട്ലെറ്റുകളുള്ള പെനി ഐസ് കമ്പനി ഇന്ന് വമ്പൻ വികസന പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇത് ഐസ് വിറ്റ് വിജയിച്ച ഒരു കഥയാണെങ്കിൽ ഐസ് വിറ്റതിന്റെ പേരിൽ ജീവിതം തകർന്ന ആളുകളും ഇവിടെയുണ്ട്. ഐസ് മിഠായിൽ മായം ചേർത്തു എന്നാരോപിച്ചെടുത്ത ഒരു കേസ് ഇല്ലാതാക്കിയത് മുഹമ്മദ് കുഞ്ഞ് എന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ 37 വർഷങ്ങളാണ്. ഏതാണ്ട് 3 തവണ ജീവപര്യന്തം അനുഭവിക്കേണ്ട സമയം പല കോടതികളുടെ വരാന്തകളിൽ കയറിയിറങ്ങി അയാൾക്ക് നഷ്ടമായി. 1970 മാർച്ച് 26-ന് കരുനാഗപ്പള്ളിയിലെ ഐസ് ഫാക്ടറിയിൽ നിന്നും ഐസ് മിഠായിയുമായി സൈക്കിൾ ചവിട്ടി ചക്കുളത്തുകാവിലെ ഉത്സവ കച്ചവടത്തിന് പോവുകയായിരുന്നു മുഹമ്മദ് കുഞ്ഞ്. വഴിയിൽ വെച്ചൊരു ചായ കുടിക്കാനായി കാരാളിമുക്കിൽ അയാൾ സൈക്കിൾ നിർത്തി ഇലക്ട്രിക് പോസ്റ്റിൽ ചാരി വെച്ചു. ചായ കുടിച്ച് വരുമ്പോൾ അയാൾ കണ്ടത് ഒരാൾ പ്ലാസ്റ്റിക് കവറിൽ തന്റെ ഐസ് മിഠായി ശേഖരിക്കുന്നതാണ്. ഒരു കടലാസിൽ ഒപ്പിട്ട് കൊടുക്കാൻ അയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. ഐസ് ഉരുകും, പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് അയാൾ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോൾ അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാൻ അദ്ദേഹത്തിന് സമൻസ് വന്നു. അവിടെ 2 ജാമ്യക്കാരുമായി ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് ഐസ് മിഠായി എടുത്തത് ഫുഡ് ഇൻസ്പെക്ടർ ആയിരുന്നുവെന്നും ഭക്ഷ്യവസ്തുവിൽ മായം ചേർത്തതിനുള്ള കേസാണ് തന്റെ പേരിൽ എടുത്തിരിക്കുന്നതും എന്നാണ്. കേസിൽ ഐസ് ഫാക്ടറി ഉടമയും പ്രതിയാണെങ്കിലും മേൽവിലാസത്തിലെ ചെറിയ പിഴവ് കാരണം അദ്ദേഹം ഒഴിവായി പോയി. അടൂരിലാണ് അന്ന് മജിസ്ട്രേറ്റ് കോടതിയുള്ളത്. മായം ചേർക്കൽ നിരോധന നിയമം കർശനമായതിനാൽ 2 പേരുമായി അടൂർ വരെ പോയി ജാമ്യം എടുത്തു വന്നപ്പോൾ ഇദ്ദേഹത്തിന് വക്കീൽ ഫീസ് ഉൾപ്പെടെ അന്ന് ചെലവായത് 350 രൂപയായിരുന്നു. ഭാര്യയുടെ ദേഹത്ത് ആകെ ഉണ്ടായിരുന്ന സ്വർണം വിറ്റാണ് ആ തുക കണ്ടെത്തിയത്. പിന്നീട് ഓരോ 1.5 മാസവും കൂടുമ്പോൾ കേസിനായി പോകണം. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള കോടതിയിലേക്ക് പലപ്പോഴും ഇയാൾ നടന്നാണ് പോയത്. എന്നാൽ 12 കൊല്ലം കഴിഞ്ഞിട്ടും കേസ് എങ്ങും എത്തിയില്ല. കേസ് കരുനാഗപ്പള്ളി കോടതിയിലേക്ക് മാറ്റി. തന്നെ ഒന്നുകിൽ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം എന്ന അപേക്ഷയുമായി കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ പിന്നെ ഒരു 15 കൊല്ലം കൂടെ ഇയാൾക്ക് നടക്കേണ്ടി വന്നു. ഹൃദ്രോഗം പിടിച്ചതോടെ ഐസ് കച്ചവടം നിർത്തി. ചായക്കട തുടങ്ങി. പിന്നെ അതും പൂട്ടി. 1997-ൽ ശാസ്താംകോട്ടയിൽ മജിസ്ട്രേറ്റ് കോടതി ആരംഭിച്ചു. കേസ് അവിടേക്ക് മാറ്റി. അവിടെ ഫീസ് ഇല്ലാതെ കേസ് വാദിക്കാൻ അയൽവാസിയായ അർജുനൻ വക്കീൽ ഉണ്ടായത് വലിയ സഹായമായി മാറി. പിന്നെയും 10 വർഷം ശാസ്താംകോട്ട കോടതിയിൽ കേസ് ഇഴഞ്ഞു നീങ്ങി. ഒടുവിൽ മുഹമ്മദിന്റെ 61-ാം വയസ്സിൽ 2007-ൽ വെറുതെ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായി. 37 വർഷങ്ങളാണ് ഒരു മനുഷ്യൻ 3 കോടതികളിലായി തന്റെ ജീവിതം ഹോമിച്ചത്. 5 പൈസയുടെ മിഠായിക്ക് വേണ്ടി അന്നത്തെ നിയമം തകർത്തത് ഒരു മനുഷ്യന്റെ ജീവിതവും കുടുംബവുമാണ്. മുഹമ്മദ് കുഞ്ഞിന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും വൈകി ലഭിക്കുന്ന നീതി അനീതിക്ക് തുല്യമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ 5 പൈസയുടെ ഐസ് മിഠായി കേസ്.